ഹേ ഗായ്സ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസിൻ്റെ ഒരു വീഡിയോയിൽ ഒരു കൊച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വൈറ്റ് ഡിസ്ചാർജ് അതുപോലെ ഇറിറ്റേഷൻസ് ഇച്ചിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു റെമഡി പറഞ്ഞുതരുമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്ന ഈ വജൈന എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതുപോലെ തന്നെ അതിനൊരു ചെറിയ രീതിക്ക് ഒരു ഓർഡർ ഉണ്ടാവും. അപ്പോൾ ആ ഓർഡർ അല്ലാതെ നമുക്ക് കുത്തുന്ന ഒരു മണം ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഈ യോനി വജൈന എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ഡിസ്കസ്റ്റിംഗ് ഫീൽ അല്ലെങ്കിൽ എന്താണ് ഒരു അറപ്പ് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോ കാണാതിരിക്കുക. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഇത് കണ്ടാൽ മതി. നമ്മൾ ഇന്ന് പറയാൻ പോണത് വജൈനയിൽ നിന്നുണ്ടാകുന്ന സ്മെല്ല് ഡിസ്ചാർജ് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്ന് പറയാൻ പോണത്. എല്ലാവരുടെയും ഒരു നോർമൽ ഒരു സ്മെല്ല് ഉണ്ടാവും. അത് ഒരു മൈൽഡായിട്ടൊരു നോർമൽ സ്മെല്ലാണ് എല്ലാവർക്കും ഉണ്ടാവുക. ഓർഡറിൻ്റെ കൂടെ നമുക്ക് ഇച്ചിങ് ഇറിറ്റേഷൻസ് ഭയങ്കര ഒരു എരിച്ചിൽ കാര്യങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. മൈൽഡായിട്ടൊരു സ്മെല്ല് മാത്രമാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അപ്പോൾ മറ്റുള്ളവർക്കും അത് സ്മെല്ല് അറിയുന്നുണ്ട്, നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അതൊരു സ്മെല്ല് അറിയുന്നുണ്ട്, അങ്ങനെ ഭയങ്കര കുത്തുന്നൊരു മണമൊക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ഡോക്ടറെ കാണിച്ചാൽ മതി. ചെറിയ രീതിക്കൊരു ഓർഡർ മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഹോം റെമഡീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കത് മാറ്റാവുന്നതാണ്. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ സ്മെല്ല് വരാനുള്ള കാരണം നോക്കും. ഒന്നാമത്തെ കാര്യം ഒന്നുമില്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കും. ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഫിഷി ഓർഡർ ഒക്കെ വരുന്നതായിരിക്കും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അല്ലെങ്കിൽ ഒരു പുളിച്ച സ്മെല്ല് അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കും. അപ്പോൾ ഏതാണ് നമ്മുടെ ഇൻഫെക്ഷൻ ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ വജൈനയുടെ pH എന്ന് പറയുന്നത് 4.5 ആണ്. ഒരു അസിഡിക് ആയിട്ടുള്ള ഒരു pH ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതിന് കുറച്ചും കൂടെ കൂടുമ്പോഴാണ് നമ്മുടെ ഗാർഡിനല്ല വജൈനാലിസിസ് എന്ന് പറഞ്ഞിട്ടൊരു ബാക്ടീരിയ ഉണ്ട്. അത് നമുക്ക് നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള ലാക്ടോബാസിലസ് ബാക്ടീരിയ ഉണ്ട്. അതിനേക്കാളും കൂടുതലായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഫൗൾ സ്മെൽ, ഒരു ഫിഷി സ്മെല്ലൊക്കെ നമുക്ക് വരിക. അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ നല്ല ബാക്ടീരിയസിനെക്കാളും ഈ ബാക്ടീരിയസ് കൂടുമ്പോഴായിരിക്കും കുറച്ചും കൂടെ സ്മെല്ല് നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ചില വെജിറ്റബിൾസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒനിയൻ ഗാർലിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓവറായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മുടെ സ്വെറ്റ് അടക്കം വേർപ്പടക്കം അതിൻ്റെ ഒരു മണം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാതിരിക്കുക. അതുപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലും മെഡിസിൻസ് എപ്പോഴും കണ്ടിന്യൂസ്ലി ഇപ്പോൾ അലർജീൻ്റെയൊക്കെ മെഡിസിൻസ് ഒക്കെ എപ്പോഴും കണ്ടിന്യൂസ്ലി എടുത്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടിപ്സും കാര്യങ്ങളൊക്കെ നോക്കാം. വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ റെമഡീസ് നമുക്ക് ഹോം റെമഡീസ് നമുക്ക് വേഗം നോക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് നമുക്ക് തൈര് വന്നിട്ട് നമ്മുടെ ഈസ്റ്റ് ഇൻഫെക്ഷൻ അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്മെല്ല് കാര്യങ്ങളൊക്കെ നന്നായിട്ടുള്ള രീതിക്ക് പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ pH ബാലൻസ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കേട്. തൈര് കാര്യങ്ങളൊന്നും പ്രശ്നമില്ലാത്തവർ അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. നമ്മുടെ ഗട്ട് ഇഷ്യൂസ് അതുപോലെ തന്നെ ഈ വജൈനൽ പ്രോബ്ലംസ് ഒക്കെ വരുന്നവർക്ക് നല്ലൊരു ഹോം റെമഡിയാണ് തൈര്. എന്നിട്ട് നമ്മുടെ ഈ വജൈനേൻ്റെ അകത്ത് സ്മെല്ല് വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കുറച്ച് പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് ഇങ്ങനെ ജെൽ ടൈപ്പ് ഉള്ളത്, ക്രീംസ് അതുപോലെ സ്പ്രേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ അങ്ങനെ യൂസ് ചെയ്തെന്ന് വെച്ചാൽ നമുക്കൊരു ടെമ്പററി റിലീഫ് മാത്രമാണ് കിട്ടുക. അത് യൂസ് ചെയ്തുകൊണ്ട് പിന്നെ ഇറിറ്റേഷൻസ് വന്നിട്ട് നമുക്ക് ഒന്നും കൂടെ സംഭവം വേസ്റ്റ് ആയി പോവുകയുള്ളൂ. ഈ ചൊറിച്ചിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ജസ്റ്റ് വൾവേൻ്റെ പുറത്ത്, നമ്മുടെ വജൈനയിലല്ല വൾവേൻ്റെ പുറത്ത് വന്നിട്ട് നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഏകദേശം ഒരു 5 to 10 മിനിറ്റ്സ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ലൈക്ക് അല്ലെങ്കിൽ പിന്നെ അടുത്തൊരു ടിപ്പാണ് വന്നിട്ട് നമ്മൾ ആപ്പിൾ സിഡർ വിനീഗർ. അത് വന്നിട്ട് നമുക്കൊരു 1 കപ്പ് വെള്ളത്തിൽ ഒരു 2 മൂടി അല്ലെങ്കിൽ 3 മൂടി എടുത്ത് അപ്ലൈ ചെയ്ത ശേഷം ഒന്ന് വാഷ് ചെയ്ത് കളയാം. അതും നല്ലൊരു ഈ സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പ്രൈവറ്റ് പാർട്ടിലെ ഹെയർ റിമൂവൽ ചെയ്യുന്ന ഒരു സംഭവം. അത് വന്നിട്ട് നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടുകയുള്ളൂ. പിന്നെ അതുപോലെ നമ്മുടെ വീറ്റ് പോലുള്ള ക്രീംസ് ഒന്നും അധികം യൂസ് ചെയ്യാതിരിക്കുക. ജസ്റ്റ് അത് ട്രിം ചെയ്ത് വിടുക, അതാണ് നല്ലത്. പിന്നെ ഈ പീരീഡ്സ് ടൈമിൽ വന്നിട്ട് നമ്മൾ ഹൈജീനിക് ആയിരിക്കുക. അതുപോലെ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. അതുപോലെ പാഡ് ഒരു ടൈമിൽ കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുക, കുറേ സമയം വെക്കാതിരിക്കുക. നമുക്കത് ഫില്ലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്ത് മാറ്റി കളയാം. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം പ്രോപ്പറായിട്ട് അത് തുടച്ച് വൃത്തിയാക്കുക. എന്നിട്ട് ഡ്രൈ ആയ ശേഷം ആ ഏരിയ ഡ്രൈ ആയ ശേഷം മാത്രം നമ്മൾ ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ ഇന്നേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റായിട്ട് ചേരുന്ന ടൈപ്പിലുള്ള ഇന്നേഴ്സ് യൂസ് ചെയ്യുക. നമ്മൾ അബ്രോഡിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ക്ലോത്തും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചുള്ള ക്ലോത്ത്സ് മാത്രം യൂസ് ചെയ്യുക. കോട്ടണൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ബ്രീത്തബിൾ ആയിട്ടുള്ള ഇന്നേഴ്സൊക്കെ യൂസ് ചെയ്യുക. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഡാർക്ക് കളേഴ്സ് വരുന്നതെന്ന് വെച്ചാൽ അവിടെ
ഫ്രിക്ഷൻ കൊണ്ട് വരാം. അപ്പോൾ നമുക്കിപ്പോൾ ജീൻസും ലെഗിൻസൊക്കെ ഇടുമ്പോൾ അവിടെ ഭയങ്കര കംപ്രസ്ഡ് ആയിരിക്കും, അപ്പോൾ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരാം. അത് നോർമലാണ്. നമ്മളിപ്പോൾ കുഞ്ഞുനാളത്തെ ശരീരം ഒരിക്കലും നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറേ ചേഞ്ചസ് ഉണ്ടാകും. അതുപോലെ തന്നെയാണ്, അതൊക്കെ ഒരു നോർമലായിട്ട് തന്നെ വിചാരിക്കുക. ഒരിക്കലും അതിന് വേണ്ടി പൈസ മുടക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നോർമലായിട്ട് വിടുക. പിന്നെ നമ്മൾ കെയർ ചെയ്യുക. അധികം ഈ ഫ്രാഗ്രൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ലോഷൻസ് എന്തെങ്കിലും അപ്ലൈ ചെയ്യുക. ഒരിക്കലും വജൈനയുടെ അകത്ത് യൂസ് ചെയ്യരുത്. തൊടേൻ്റെ അവിടെയൊക്കെ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ 5 മിനിറ്റ് വെച്ച ശേഷം വാഷ് ചെയ്ത് കളയുക. ഇറിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പാടെ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് തൈരും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഹാർഷായിട്ടല്ല, വളരെ മൈൽഡായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത ശേഷം ഒന്ന് കുളിക്കുന്നതിന് മുമ്പ് ഒന്ന് സ്ക്രബ് ചെയ്ത ശേഷം ഒന്ന് വാഷ് ചെയ്ത് കളയുക. ഇതൊക്കെ ചെയ്തെന്ന് വെച്ചാൽ ഏറെക്കുറെ നമ്മുടെ ഒരു ഡാർക്ക്നെസ് ഒക്കെ ഏകദേശം കുറഞ്ഞു കിട്ടും. അധികം അതിനെക്കുറിച്ച് വെറീഡ് ആവേണ്ട. ഇങ്ങനെ ഫൗൾ സ്മെല്ല് അല്ലെങ്കിൽ നല്ല രീതിക്ക് നമ്മൾ കുത്തുന്ന സ്മെല്ല് വരിക, അല്ലെങ്കിൽ ഭയങ്കര ചൊറിച്ചിൽ ഇറിറ്റേഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ വേഗം ഒരു ഡോക്ടറെ കാണിക്കുക. ഒരിക്കലും ഈ ഹോം റെമഡി കാര്യങ്ങളൊന്നും തേടി പോവാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.